ഹായ് മക്കളെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കീമിന് ചോദിച്ചിട്ടുള്ള ഒരു 4 പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 10 gram of alcohol is dissolved in 90 gram of water. The percentage of alcohol in the solution എന്നാണ് ചോദ്യം. അതായത് സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു PYQ ക്വസ്റ്റ്യൻ ആണത്. അതായത് നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിച്ചൊരു കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യം. അത് എളുപ്പമാണ്. നിങ്ങൾ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. അപ്പോൾ ഏതൊരാളുടെയും പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, അയാളുടെ മാസ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 10 gram ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ആൽക്കഹോളിൻ്റെ മാസ് എന്താ 10 gram ആണ്. ടോട്ടൽ മാസ് എന്താ 10 gram ആൽക്കഹോൾ ഇൻ 90 gram വാട്ടർ എന്നാണ്. വാട്ടറിൽ 90 gram വാട്ടറിൽ 10 gram ആൽക്കഹോൾ ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാസ് എന്താ, വാട്ടറിൻ്റെ മാസും ആൽക്കഹോളിൻ്റെ മാസും ആഡ് ചെയ്യണം. അതായത് 10 + 90 ചെയ്യണം. അപ്പോൾ ടോട്ടൽ മാസ് 100 ആണ്. ആ ടോട്ടൽ 100 മാസിൽ അതിൽ 10 gram ആരാണ്, ആൽക്കഹോളാണ്. അപ്പോൾ ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ആൽക്കഹോളിൻ്റെ മാസ് അതായത് 10 ബൈ ടോട്ടൽ മാസ്, അതായത് വാട്ടറും കൂട്ടണം ആൽക്കഹോളും കൂട്ടണം, 10 + 90 കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും, 100 ഇൻറ്റു എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് അല്ലേ, അപ്പോൾ ഇൻറ്റു 100 ചെയ്യണം. ഇത് നമ്മൾ ചെയ്ത് നോക്കി എന്താ കിട്ടുക, 10% ആയിരിക്കും എന്ത് വരിക, ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. കെമിക്കൽ ബോണ്ടിങ്. മക്കളെ, കെമിക്കൽ ബോണ്ടിങ് നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ്. നല്ലപോലെ ചോദ്യങ്ങൾ വരുന്ന ടോപ്പിക്കാണ് കെമിക്കൽ ബോണ്ടിങ്. +1 ടോപ്പിക്കാണ്. പോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്താൽ പോലും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ചോദ്യം നമുക്ക് വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് സ്ക്വയർ പ്ലനാർ സ്ട്രക്ചർ? 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 5 ഓപ്ഷനിൽ ആരാണ് സ്ക്വയർ പ്ലനാർ എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. NH4+ അല്ലേ, അവിടെ സെൻട്രൽ ആറ്റം നൈട്രജൻ അല്ലേ, നൈട്രജൻ്റെ ആറ്റം നമ്പർ 7 അല്ലേ. അപ്പോൾ 2,5 ആണ് കോൺഫിഗറേഷൻ. അതായത് നൈട്രജൻ്റെ അവസാന ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. പോസിറ്റീവ് ചാർജിൽ NH4+ അല്ലേ, അതായത് 1 ഇലക്ട്രോൺ കുറവാണ്. ഒരു പോസിറ്റീവ് മീൻസ് 1 ഇലക്ട്രോൺ അവിടെ കുറവാണ്. അപ്പോൾ 4 ഇലക്ട്രോൺ ഉള്ള നൈട്രജൻ്റെ അടുത്ത് 4 ഹൈഡ്രജൻ ഇല്ലേ. അപ്പോൾ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ ഒരാൾ 1 ഇലക്ട്രോണാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നൈട്രജൻ 4 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം 4 ഇലക്ട്രോൺ എന്ത് ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പം അവിടെ 4 ബോണ്ട് മാത്രമാണ്. അതായത് AB4 ഫോർമാറ്റ്. AB4 ഫോർമാറ്റ് എന്താ, നിങ്ങൾ പഠിച്ചതായിരിക്കും, ടെട്രാഹെഡ്രലാണ്. എന്തല്ല, സ്ക്വയർ പ്ലനാർ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ എ വരില്ല. നമുക്ക് XeF4 നോക്കാം. ക്സെനോൺ നോബിൾ ഗ്യാസ് ആണ്. അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. ഈ ക്സെനോൺ അവിടെ 4 ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോൺ ഉള്ള ആൾ 4 ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി 4 ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തു. ബാക്കി അവിടെ എന്തുണ്ട്, 4 ഇലക്ട്രോൺ ഉണ്ട്. 4 ബോണ്ട് ഉണ്ടാക്കി, അതായത് AB4 എന്ന് എഴുതാം. ബോണ്ട് ഉണ്ടാക്കിയതിന് ശേഷം 4 ഇലക്ട്രോൺ ഉണ്ട്, അതായത് 2 ലോൺ പെയർ എന്ന് എഴുതാം. അപ്പോൾ AB4E2 അല്ലേ. AB4E2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെ ചെയ്യുക, 4 ബോണ്ടും പിന്നെ ഇവിടെ ഒരു ലോൺ പെയറും താഴോട്ടൊരു ലോൺ പെയറും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്ക്വയർ പ്ലനാർ. അപ്പോൾ ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ടത്, ഓപ്ഷൻ ബി ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. എയും സിയും ഡിയും ഇയും ചെയ്ത് നോക്കിയാൽ ടെട്രാഹെഡ്രലാണ് വരിക, സ്ക്വയർ പ്ലനാർ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ, ഓപ്ഷൻ ബി. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഇസ് പാരാമാഗ്നറ്റിക് എന്നാ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഇസ് പാരാമാഗ്നറ്റിക്. മക്കളെ, പാരാമാഗ്നറ്റിക് ചോദിക്കുമ്പോൾ എന്ത് വേണം, അൺപെയർഡ് ഇലക്ട്രോൺ വേണം. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിലാണ് പാരാമാഗ്നറ്റിക്. നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കുന്നതാണ്, MOT എന്നുള്ള തിയറിയിലാണ് ഇത് ചോദിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഷോർട്ട് കട്ടായിട്ട് പഠിച്ചോ. മക്കളെ, ഓഡ് നമ്പർ ആണെങ്കിൽ 100% പാരാമാഗ്നറ്റിക് ആയിരിക്കും. കാരണം എന്താ, ഓഡല്ലേ അത്. അപ്പോൾ എന്തായാലും 1 ഇലക്ട്രോൺ ഒറ്റയ്ക്ക് ബാക്കിയാവുന്ന ഉറപ്പാണ്. വേറൊരു കാര്യമുണ്ട്, അതായത് അയാളുടെ ഇലക്ട്രോണിൻ്റെ കൗണ്ട് 10 or 16, അതായത് 10 or 16 ആണെങ്കിലും അതും എന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഈ പോയിന്റ് പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ഈവൻ നമ്പറൊക്കെ, അവിടെ ഈവൻ നമ്പർ ആകുമ്പോൾ പൊതുവെ എല്ലാവരും പെയർഡ് ആയിട്ടല്ലേ നിൽക്കുക. അതുകൊണ്ട് എല്ലാം പെയർഡ് ആണെങ്കിൽ എന്താ വിളിക്കുക, ഡയാമാഗ്നറ്റിക് അല്ലേ. നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, അയാളുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോണോ അല്ലെങ്കിൽ ഈവൻ നമ്പറായ 10 or 16 ആണെങ്കിൽ അയാൾ പാരാമാഗ്നറ്റിക് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ഈവൻ നമ്പറും ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ O2 നമുക്ക് നോക്കാം. ഓക്സിജൻ്റെ അടുത്ത് 8, ഒരു ഓൻ്റെ അടുത്ത് 8 ഇലക്ട്രോണാണ്. അപ്പോൾ O2 എന്ന് പറയുമ്പം 8 × 8 16 ഇലക്ട്രോണാണ്. 16 ഇതിൽ വരുന്നതല്ലേ. അപ്പോൾ 16 തന്നെയാണ്, പാരാമാഗ്നറ്റിക് തന്നെയാണ്. അപ്പോൾ ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം, ഓപ്ഷൻ എ ആണ് എന്തായിട്ട് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് ചോദ്യത്തിലോട്ട് കടക്കാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലൊരു ചോദ്യമാണ്. ചോദ്യം എന്താ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ആർ പോസിബിൾ എന്നാ ചോദ്യം. മക്കളെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ അതിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്താ വരിക, 3ൻ്റെ -3. അതായത് n എന്താണോ ആ n-ൽ നിന്നൊരു -1 ചെയ്യുക. അപ്പോൾ 0 തൊട്ട് n-1 വരെയാണ് എന്ത് വാല്യൂ വരാൻ പാടുള്ളൂ, L വാല്യൂ വരാൻ പാടുള്ളൂ. n 3 ആണെങ്കിൽ L-ന് 0 വരാം, 1 വരാം, 2 വരെ വരാം. 3 എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓക്കെയാണ്.
മക്കളെ എൽ വാല്യൂ 2 ആണെങ്കിൽ അതിൻ്റെ എം വാല്യൂ എന്താ വരിക? -2 തൊട്ട് +2 വരെ വരിക. -2 വരും, -1 വരും, 0 വരും, +1 വരും, +2 വരും. ഒരിക്കലും -4 എന്ത് ചെയ്യൂല, വരില്ല. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ ആവില്ല. ഓപ്ഷൻ എ ആൻസർ ആവില്ല. നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. മക്കൾ N2 അല്ലേ? N2 ആണെങ്കിൽ എന്തേ അസിമുത്തൽ കോൺ നമ്പർ എന്തേ വരുള്ളൂ? 0 തൊട്ട് n-1 വരെ. N2 ആയതുകൊണ്ട് 2 - 1 വരെ, അതായത് 1. അപ്പോൾ 0യും 1ഉം വരുള്ളൂ, ഒരിക്കലും 2 വരൂല. അതുകൊണ്ട് ബിയും ആൻസർ വരില്ല. N2 ആകുമ്പോൾ ഒരിക്കലും 2 വരൂല, എന്തേ വരുള്ളൂ? 0യും 1 വരെ വരുള്ളൂ. അതുകൊണ്ട് ഇതും ആൻസർ അല്ല. N3 ആകുമ്പം എല്ലിന് എന്ത് വരാം? 0 വരാം, 1 വരാം, 2 വരെ വരാം. 2 ആണ്, അത് ഓക്കെയാണ്. L2 ആണെങ്കിൽ എം എന്താ വരിക? മാഗ്നറ്റിക് കോൺ നമ്പർ എന്താ വരിക? -L തൊട്ട് +L വരെ. ഇത് L2 അല്ലേ? അപ്പം -2 തൊട്ട് +2 വരെ വരാം. -2 വരാം, -1 വരാം, 0 വരാം, +1 വരാം, +2 വരാം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. പിന്നെ സ്പിൻ വാല്യൂ എന്ത് വരാം? +1 വരാം, -1. ഇതിൽ ഏതെങ്കിലും എന്ന് വന്നാൽ മതി. +1 വരാം, -1 വരാം. അതുകൊണ്ട് ഇതും ശരിയാണ്. അപ്പോൾ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? ഓപ്ഷൻ ഡി ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. എന്തുകൊണ്ട് ഈ പറ്റാത്ത? അവിടെ N3 ആണെങ്കിൽ L 0, 1, 2 വരെ മാക്സിമം വരുള്ളൂ, 3 വരാൻ പാടില്ല. അപ്പോൾ ആ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ 4 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ആക്ച്വലി. അപ്പം പറയാനുള്ളത്, നിങ്ങൾ ബോർഡ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കൂടെ തന്നെ ഇതും എന്ത് ചെയ്യുക? കുറച്ച് നോക്കുക. ബോർഡ് എക്സാം ലെവലൊക്കെ തന്നെ ആയിരിക്കും കീമിന് എക്സാമിനും ചോദിക്കുക. നല്ലപോലെ പഠിക്കുക. പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാണ് കെമിസ്ട്രിയിൽ പൊതുവെ ഉണ്ടാവുക. അപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസം മാക്സിമം എഫേർട്ട് കൊടുക്കുക, നല്ലപോലെ പഠിക്കുക, നല്ലപോലെ സ്കോർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.